ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലാം തിങ്. നമ്മൾ പാർട്ട് 6 ആണ് റിവിഷൻ ചെയ്യാൻ പോകുന്നത്. റിവിഷൻ സർക്കിൾസ്, അതായത് വൃത്തങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് AXP ഈസ് 40 ഡിഗ്രി ആൻഡ് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് CYD ഈസ് 70 ഡിഗ്രി. ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ APD. APD എന്ന ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കുക. അപ്പോൾ ഫിഗർ വരച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് അടയാളപ്പെടുത്താനുള്ളതൊക്കെ അടയാളപ്പെടുത്താം. സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് AXB ഈസ് 40 ഡിഗ്രി. അപ്പോൾ സെൻറ്റർ നമ്മൾ അടയാളപ്പെടുത്തുന്നു. O ഈസ് ദ സെൻട്രൽ. ഇതാണ് ആർക്ക് AXB. ഈ AXBയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. Central angle of arc AXB is 40. ഇവിടെ 40. Central angle of arc CYD ഇതാണ്. അപ്പം ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. ഇത് എത്രയും തന്നിട്ടുണ്ട്? 70. നമുക്കിനി കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാണ്? ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ APD. AP ഇതാണ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ ആണ്. എല്ലാ വരെയും കൂടെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഇതാണ് APD. അതിൽ ഇവിടെ നോക്കിക്കേ, AOB നമുക്ക് 40 കിട്ടി. അപ്പോൾ ഈ ആർക്കിൻ്റെ എൻഡിൽ നിന്ന് തുടക്കുന്നതല്ലേ ഈ ആംഗിള് ADB AOB നോക്കിക്കേ, എൻ പോയിന്റ്സ് നോക്കിക്കേ, AB. അപ്പൊ ഈ ആർക്കിന്റെ മറുചാപത്തിൽ ഉണ്ടാകുന്ന കോണാണ്. ഓക്കെ, ആംഗിൾ എന്താ? ഓൾട്ടർനേറ്റ് ആർക്ക്. സോ ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ഇത് എത്ര? 20 ഡിഗ്രി. ആംഗിൾ ADP എത്രയും കിട്ടും? 20 ഡിഗ്രി. ആംഗിൾ ADP ഈക്വൽസ് ഹാഫ് ആംഗിൾ AOB ഈക്വൽസ് ഹാഫ് ഇൻറ്റു 40. That is equal to 20. ഇവിടെ നോക്കിക്കേ, ഈ ആംഗിൾ 40, ഇവിടെ 20. ഈ ആംഗിൾ 70. നോക്കിക്കേ, ആംഗിൾ COD ഈസ് 70. ആംഗിൾ DOC ഈക്വൽസ് 70 തന്നിട്ടുണ്ട്. ആംഗിൾ DOC ഈക്വൽസ് 70. ആംഗിൾ DOC ഈക്വൽസ് 70. അങ്ങനെയാണെങ്കിൽ DAC എന്ന ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ എന്താ? ഓൾട്ടർനേറ്റ് ആണ്. ഹാഫ് ദ സെൻട്രൽ ആംഗിൾ. ആംഗിൾ DAC ഈക്വൽ ഹാഫ് ആംഗിൾ DOC ഈക്വൽ ഹാഫ് ഇൻറ്റു 70 ഈക്വൽസ് 35 ഡിഗ്രി. ഇപ്പം രണ്ട് ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? Therefore ആംഗിൾ APD ഈക്വൽസ് 180 മൈനസ് 20 പ്ലസ് 35 ഈക്വൽസ് 180 മൈനസ് 55. എത്ര കിട്ടും? 180 മൈനസ് 55 125. അങ്ങനെ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടിക്കഴിഞ്ഞു. വളരെ എളുപ്പമല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ ദ കോഡ്സ് ABCD XY ഇന്റർസെക്ട് അറ്റ് P. AP equals 9 cm, AB equals 13 cm, PD equals 12 cm. Find CD. If PX equals PY, find XY. അപ്പോൾ ഈ ചോദ്യം മലയാളത്തിലാണെങ്കിൽ എങ്ങനെ പറയാം? ABCD XY എന്നീ മൂന്ന് ഞാണുകൾ Pയിൽ ഖണ്ഡിക്കുന്നു. APയുടെ നീളം 9ഉം ABയുടെ 13ഉം PDയുടെ 12 സെന്റിമീറ്റർ ആയാൽ CD കാണുക. PXും PYയും തുല്യമായാൽ XY കാണുക. നമുക്ക് ഈ ടു കോഡ്സ് ഇന്റർസെക്ട് അറ്റ് എ സർക്കിൾ, വി ഹാവ് ദ റിലേഷൻ അല്ലേ? രണ്ട് ഞാണുകൾ ഒരു ബിന്ദുവിൽ ഖണ്ഡിക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ച റിലേഷൻ ഉണ്ടല്ലേ? ആദ്യം ആ റിലേഷൻ എഴുതാം. AP ഇൻറ്റു, അതായത് ഈ രണ്ട് കഷ്ണവും മറ്റു രണ്ട് കഷ്ണത്തിനും തുല്യമായിരിക്കും. AP ഇൻറ്റു PB ഈക്വൽസ് PC ഇൻറ്റു PD. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ നോക്കാം. AP 9, PB തന്നിട്ട് അതിന് പകരം AB തന്നിട്ടുണ്ട്. AB ഈക്വൽസ് 13. അങ്ങനെയാണെങ്കിൽ PB കണ്ടുപിടിച്ചൂടെ? PB ഈക്വൽസ്
13 minus 9 equals 4. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ അത് റിലേഷനിൽ കൊടുക്കാം. 9 into 4 equals പി സി ഇൻറ്റു പി ഡി എന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? പി ഡി ഈക്വൽസ് 12. അവിടെ പി ഡി ഇവിടെ എഴുതാം. അപ്പോൾ പി സി ഈക്വൽസ് 9 into 4 by 12. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? 3 എന്ന് കിട്ടും. 9 4 36 by 12, that also 3. കട്ട് ചെയ്തും ചെയ്യാം. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഡി കിട്ടി. സി ഡി ആണ് മൊത്തത്തിൽ ഈ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. പി സി എത്ര? 13. Therefore സി ഡി ഈക്വൽസ് പി സി പ്ലസ് പി ഡി 3 plus 12 equals 15. അപ്പോൾ സി ഡിയുടെ നീളം കിട്ടി നമുക്ക്. ഇനി ഈ പി എക്സ് ഈക്വൽസ് പി വൈ, പി എക്സും പി വൈയും തുല്യമായാൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പി എക്സ് ഇത് രണ്ടും തുല്യമായി. ഇനി ഈ രണ്ട് ഞാനുകളും എടുക്കുക. നോക്കിക്കേ, പി എക്സും പി വൈയും തുല്യമാണ്. അപ്പം ഞാനിവിടെ ഇങ്ങോട്ട് ചെയ്യാണ്. പി എക്സ് എന്താ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്? പി എക്സ് ഈക്വൽസ് പി വൈ. അപ്പൊ അവിടുത്തെ രണ്ട് റിലേഷൻ എന്താ എടുക്കാം? പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽസ് എന്താണ്? പി സി ഇൻറ്റു പി ഡി. ഇത് രണ്ടും തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് പി എക്സ് ഇൻറ്റു പി എക്സ് സ്ക്വയർ ഈക്വൽസ് പി സി ഈസ് 3 ഇൻറ്റു 12 എത്ര കിട്ടും? 36. അപ്പം പി എക്സിന്റെ വാല്യൂ കിട്ടും. പി എക്സ് എത്ര? √36 ഈക്വൽസ് 6. അപ്പൊ നമുക്ക് പി എക്സ് എത്ര കിട്ടും? പി എക്സ് ഈക്വൽസ്, ഞാൻ ഇങ്ങോട്ട് മായ്ച്ചിട്ട് എഴുതുകയാണ്. ഇവിടെ ശരിക്കും കാണാൻ പറ്റാത്തതുകൊണ്ട് അപ്പുറത്തോട്ട് എഴുതുകയാണ്. പി എക്സ് സ്ക്വയർ ഈക്വൽസ് 3 ഇൻറ്റു 12 36. പി എക്സ് ഈക്വൽസ് √36 ഈക്വൽസ് 6 സെന്റിമീറ്റർ. പി എക്സ് 6 ആണെങ്കിൽ പി വൈ എന്തായിരിക്കും? 6 ആയിരിക്കും. Therefore xy equals 6 plus 6, അതായത് px plus py equals 12 സെന്റിമീറ്റർ. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. മൂന്നാമത്തെ ചോദ്യം. In the figure, PA equals 3 cm, AB equals 9 cm, PC equals 4 cm. Find CD. The figure തന്നിട്ടുണ്ട്. നമുക്ക് ഫിഗറിൽ ഇനി അടയാളപ്പെടുത്താം. എന്തെല്ലാം തന്നിരിക്കുന്നു? PA equals 3. PA 3 തന്നിട്ടുണ്ട്. AB 9 തന്നിട്ടുണ്ട്. PC 4 തന്നിട്ടുണ്ട്. CD കണ്ടുപിടിക്കുക. ഇതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? കണ്ടുപിടിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള പടത്തിൽ നമ്മൾ ഇതിന്റെ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അതായത് ഇത് ജോയിൻ ചെയ്ത് ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് കണ്ടുപിടിച്ച് കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ പ്രൊപ്പോർഷൻ. അങ്ങനെ ഒരു പ്രൊപ്പോർഷൻ എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? പി എ ഇൻറ്റു പി ബി ഈക്വൽസ് പി സി ഇൻറ്റു പി ഡി. ഇതാണ് ആ റിലേഷൻ. പി എത്ര? 3. പി ബി തന്നിട്ടുണ്ടോ? ഇല്ല. അതിന് പകരം എന്ത് തന്നിട്ടുണ്ട്? പി എ, ഇവിടെ എ ബി തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 8 9 3 12. പി ബി ഈക്വൽസ് 9 plus 3 equals 12. ഇവിടെ എന്ത് വരുന്നു? പേര് എ ആയിരുന്നല്ലേ? അപ്പം പി ബി ഈക്വൽസ് 12. ഇവിടെ 12 എന്ന് എഴുതാം. ഇൻറ്റു പി സി 4 ഇൻറ്റു പി ഡി. Therefore പി ഡി ഈക്വൽസ് 3 ഇൻറ്റു 12 by 4. 4 3s 3 ഇൻറ്റു 3 9. പി ഡി നമുക്ക് 12 എന്ന് കിട്ടും മൊത്തം നീളം. അതിൽ നിന്ന് പി സി കുറച്ചാൽ നമുക്ക് ഡി സി കിട്ടത്തില്ലേ? സി ഡി കിട്ടത്തില്ലേ?
CD is equal to PC minus PD minus PC. PD എത്ര 9 minus PC എത്ര 4. 9 minus 4 equals 5 centimeter. എളുപ്പമായില്ല, ഇത്രയേ ഉള്ളൂ. കാര്യം സിമ്പിളാ. അതിൻ്റെ അകത്തുള്ള റിലേഷനും ഏത് സന്ദർഭത്തിൽ ആ റിലേഷൻ ഉപയോഗിക്കേണ്ട എന്നെല്ലാം മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം നാലാമത്തത്. ഇൻ ദ ഫിഗർ PA equals PC, prove that the sides PB and PD of triangle are equidistant from the center. സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് PAയും PCയും തുല്യമാണെങ്കിൽ എന്താണ്? PBയും PDയും ത്രികോണത്തിന്റെ വശങ്ങളായ PBയും PDയും എന്താണ്? കേന്ദ്രത്തിൽ നിന്ന് തുല്യ അകലത്തിലാണെന്ന് തെളിയിക്കുക. അപ്പം നമുക്ക് തന്നിരിക്കുന്ന വെച്ച് നോക്കാം. PA equals PC അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള പടത്തില് റിലേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? AP ഇൻറ്റു PB ഈക്വൽ PC ഇൻറ്റു PD. അത് PA നേരാം. PA ഇൻറ്റു PB ഈക്വൽസ് PC ഇൻറ്റു PD. PAയും PC ഈക്വൽ ആണ് അല്ലേ? കട്ട് ചെയ്തു നമുക്ക് എന്താ കിട്ടാം? PB ഈക്വൽസ് PD. ഓൾസോ ഗിവൺ ദാറ്റ് PA is equal to PC അല്ലേ? ഇത് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് സബ്ട്രാക്ട് ചെയ്താലോ? PB minus PA equals PD minus PC. അപ്പം PAയിൽ നിന്ന് PBയിൽ നിന്ന് PA കുറച്ചാൽ എന്ത് കിട്ടും? AB കിട്ടും അല്ലേ? നോക്കിക്കേ, ഈ മൊത്തം നീളത്തിൽ നിന്ന് ചെറിയ കഷ്ണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും? AB കിട്ടും. അതുപോലെ മറു സൈഡിലും PDയിൽ നിന്ന് PC കുറച്ചാൽ എന്താ കിട്ടും? CD കിട്ടും. നോക്കിക്കേ, അപ്പം AB ഈക്വൽ CD എന്ന് പറഞ്ഞു. ഇപ്പം വേറൊന്നും നോക്കണ്ട. ഇപ്പം വലിയ ത്രികോണത്തിന്റെ വശങ്ങളൊന്നും എടുക്കണ്ട. ABയും CDയും വൃത്തത്തിലെ രണ്ട് ഞാണുകളല്ലേ? നോക്കിക്കേ, AB ആൻഡ് CD are two chords of this circle. We have the, since it is equal line, equal chords are equidistant from the center. രണ്ട് കോഡുകൾ തുല്യമാണെങ്കിൽ അവ കേന്ദ്രത്തിൽ നിന്ന് ഒരേ അകലത്തിലായിരിക്കും. നമുക്ക് എന്താ? AB is equal to CD. Prove that the side PB and PD are. അപ്പോൾ അത് ഏതിന് ഈക്വൽ തന്നെയാണ്? PB എന്ന വശത്തിനും PD എന്ന വശത്തിനും ഈക്വൽ ആണ്. ABയും CDയും ഈക്വൽ ആണ്. PBയും PDയും ഈക്വൽ ആണ്. ഈക്വൽ കോഡ്സ് ആർ, സിൻസ് ഈക്വൽ കോഡ്സ് ആർ equidistant, equal distance from the center. അങ്ങനെയാണെങ്കിൽ എന്താണ്? PBയും PDയും എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ. ഓക്കെ, therefore we can write PB and PD are of equal distance from the center. PB and PD are equidistant from the center. Okay. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം. ഓക്കെ, ഇപ്പം നമ്മൾ 4 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ചോദ്യങ്ങൾ. ഓക്കെ.